പന്തളം നഗരസഭയിലെ ബി.ജെ.പി. ഭരണത്തിന് അന്ത്യം. ബി.ജെ.പി. ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയും രാജിവെച്ചു. എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാടകീയമായി രാജി പ്രഖ്യാപിച്ചത്. ബി.ജെ.പിയുടെ കൗൺസിലർ കെ.വി. പ്രഭയുടെ പിന്തുണയോടെയാണ് എൽ.ഡി.എഫ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. അനിവാര്യമായ പതനമാണ് ബി.ജെ.പിക്ക് സംഭവിച്ചതെന്ന് എൽ.ഡി.എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് ലസിത നായർ പറഞ്ഞു. ഇടതുപക്ഷത്തിന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അനിവാര്യമായ പതനം സംഭവിച്ചിരിക്കുന്നു. ഈ കേരളത്തിൽ 2 നഗരസഭകളിൽ മാത്രമാണ് ബി.ജെ.പിക്ക് അധികാരമുണ്ടായിരുന്നത്. അതിൽ പന്തളം ഇതാ നിലം പതിക്കാൻ പോവുകയാണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ച് ഒഴിക്കുമെന്ന് പറയുമ്പോൾ അവിശ്വാസ പ്രമേയ ചർച്ചയെ അതിജീവിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് രാജിവെച്ചത്. അതിന് കാരണമുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഇവിടെ തുടർന്നത് അഴിമതിയാണ്, ജനവിരുദ്ധ നയങ്ങളാണ്. സംസ്ഥാന സർക്കാർ നൽകിയ ഒരു ഫണ്ടും ചെലവഴിച്ചില്ല. സ്വാമി അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ഈ ബി.ജെ.പിക്കാർ അയ്യപ്പന്റെ മൂലസ്ഥാനമായ വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഏറ്റവും ഒടുവിലായി അവിടെ ഒരു ശൗചാലയം നിർമ്മിക്കാൻ വേണ്ടി ചെയർപേഴ്സൺ കൈക്കൂലി മേടിച്ച കഥ പത്രമാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ അഴിമതി നിറഞ്ഞ ഒരു ഭരണം കാഴ്ചവെച്ച സുശീല സന്തോഷ് രാജിവെച്ചതിൽ പന്തളത്തെ മുഴുവൻ ജനങ്ങളും സന്തുഷ്ടരാണ്. സുജു ചേരുന്നു. സുജു, ബി.ജെ.പിക്ക് വലിയ അഭിമാന പ്രശ്നമായിരുന്നു ഈ പന്തളം നഗരസഭ. അവർ പലപ്പോഴും അത് പല വേദികളിലും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബി.ജെ.പിയിൽ ആകെ പ്രശ്നമാണ്. കൗൺസിലർമാരെല്ലാം പിണങ്ങി നിൽക്കുന്നു. ബി.ജെ.പിയുടെ ഒരു തകർച്ചയ്ക്ക് കാരണമെന്താണ്? വിശദാംശങ്ങൾ. രണ്ട് കാര്യങ്ങളാണ് ഷമ്മിയുള്ളത്. ഒന്ന്, ബി.ജെ.പിയിലെ ആഭ്യന്തര തർക്കം രൂക്ഷമായ ഘട്ടം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ലസിത ടീച്ചർ പാർലമെന്ററി പാർട്ടി ലീഡറാണ് എൽ.ഡി.എഫിന്റെ. ടീച്ചർ സൂചിപ്പിച്ച പോലെ ബി.ജെ.പിക്കെതിരെ വലിയ ജനരോക്ഷമാണ് പന്തളത്തുണ്ടാകുന്നത്. എൽ.ഡി.എഫിനത്തിൽ ബഹുജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള സമരങ്ങളും നടക്കുകയായിരുന്നു. ടീച്ചർ സൂചിപ്പിച്ച പോലെ പന്തളത്തെ വലിയ കോയിക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവിടെ നിർമ്മിച്ച ശുചിമുറി, അതിൽ അഴിമതി ആരോപണം പോലും ഉണ്ടാകുന്ന ഒരു ഘട്ടം. അത്രത്തോളം വലിയ ജനരോക്ഷമുണ്ടാകുന്നു. മറ്റൊന്ന്, ബി.ജെ.പിക്കുള്ളിലെ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്ക്. അതിൽ സി കൃഷ്ണകുമാർ, അതായത് ബി.ജെ.പിയുടെ പാലക്കാട് സ്ഥാനാർത്ഥിക്ക് ചുമതല ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു പന്തളം. ഈ ബി.ജെ.പിയിലെ പാലക്കാട് തോൽവിക്ക് പിന്നാലെ പന്തളത്തെ ഈ സുശീല സന്തോഷിൻ ചെയർപേഴ്സന്റെയും അതുപോലെ അവരുടെ ഭർത്താവും അതുപോലെ മറ്റു പല ബി.ജെ.പി പ്രവർത്തകരും പരസ്യമായി തന്നെ ശ്രീ കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തിയിരുന്നു. തോൽവിക്ക് പിന്നാലെ ചില ആളുകൾ പന്തളത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഭാര്യയും ഭർത്താവും പാലക്കാട് തോൽവി വരുത്തി വെച്ചു, ഇനി അടുത്തത് പന്തളം എന്ന തരത്തിൽ ചില പ്രചരണമുണ്ടായിരുന്നു. അങ്ങനെ ബി.ജെ.പിക്കുള്ളിലെ സംസ്ഥാന തലത്തിലെ വിഭാഗീയത പോലും പന്തളത്ത് ചർച്ചയാകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇതിനും കെ.വി. പ്രഭയാണ് ആദ്യം പന്തളം നഗരസഭാ കൗൺസിൽ ബി.ജെ.പിയിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ അദ്ദേഹം ഇത്തരത്തിലെ ബി.ജെ.പിക്കുള്ളിലെ വിഭാഗീയതയല്ല ചൂണ്ടിക്കാട്ടിയത്. പകരം ബി.ജെ.പിയിലെ ഭരണസമിതിയിലെ തീരുമാനങ്ങൾ അഴിമതിക്ക് ബി.ജെ.പിയുടെ പന്തളം നഗരസഭയിലെ ഭരണത്തിന് അന്ത്യമാകുന്നു എന്ന സൂചനകളാണ് വരുന്നത്. സുജു ആണ് വിവരങ്ങൾ നൽകിയത്.